ആർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടി വോട്ട് ചെയ്യുന്നത്, എന്താണ് ഇപ്പോൾ സത്യത്തിൽ നാട്ടിലെ അവസ്ഥ? ഒരു സോഷ്യൽ മീഡിയ, ഒരു ന്യൂസ് പേപ്പറൊന്നും തുറക്കാൻ പറ്റില്ല, അത്രയും ക്രൈം റേറ്റ് ഹൈ ആയിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലൊക്കെ ഫുള്ള് പ്രശ്നങ്ങൾ. എന്താ മീഡിയക്കാർക്ക് എന്താ ചാകരേറ്റ് പോലെ നാട്ടിൽ ന്യൂസുകൾ കേൾക്കുന്നത്. ഞാൻ ഒരു കാര്യം, എന്ത് സ്ത്രീ സുരക്ഷ നമ്മുടെ നാട്ടിലുള്ളത്? രാത്രി ഒരു പെണ്ണിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ ന്യൂസ് കേട്ടിരുന്നു, അറൌണ്ട് 700 മില്യൺ US ഡോളറിൻ്റെ, അതായത് 5,900 കോടിയോളം രൂപയുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഹോസ്പിറ്റൽസിൽ വന്നേക്കുന്നത്. നമുക്ക് ഒന്ന് തലടിച്ച് ഹോസ്പിറ്റലിൽ വീണ് പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ വയറാന്തി പോവും. ഈ പ്രായമുള്ളവർക്ക്, ഈ എല്ലാവർക്കും ഇൻഷുറൻസ് ഗവൺമെൻറ് സെക്ടറിൽ ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ഈ അഴിമതി കാണിക്കുന്ന പൈസ ഒക്കെ ഉണ്ടല്ലോ, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ അവൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്ത കുറേ പാവങ്ങൾക്കായാലും ശാന്തിയും സമാധാനങ്ങളും കിട്ടും. അല്ലാണ്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ഇപ്പം. അത് മാത്രമല്ല, യുവാക്കളെവിടെ, നാട്ടിലെ യുവാക്കളെവിടെ? ഒരു വർഷം എത്ര സ്റ്റുഡൻസിന് പഠിച്ച് പുറത്തിറങ്ങുന്നത്? ഇവർക്കൊരു ബേസിക് ശമ്പളം ഉണ്ടാ? അത് മാത്രമല്ല, എക്സ്പെൻസിന് കൂടിക്കൊണ്ടിരിക്കുന്നു, ശമ്പളം കൂടുന്നുണ്ട്. ഈ അതിഥി തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് ഫുള്ള് കേരളത്തിൽ നിറച്ചു വെച്ചേക്കണ്. എന്ത് കാര്യം? നാട്ടിലാരെങ്കിലും ജോലി ഉണ്ട്? എല്ലാവരും പ്രവാസിമാരായി മാറുന്നത്. എന്നിട്ട് വർഷത്തിൽ 1-2 വർഷം സ്വന്തം വീട്ടുകാരെ നാട്ടുകാരൻ കയറി കാണാൻ പോകുമ്പോൾ ഒടുക്കത്തെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ്. ഇപ്പൊക്കെ ടിക്കറ്റ് റേറ്റ് ഒക്കെ 50,000. ഒരു വിഷു, ഒരു ഓണം, ഒരു പെരുന്നാൾ, ഒന്ന് കുടുംബക്കാരായിട്ടൊന്ന് കൂടാന്ന് വിചാരിക്കുമ്പോൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റ്സ് എത്ര പ്രൈസിന് കാണിക്കുന്നത്? അഫോർഡബിൾ അല്ല. നിങ്ങൾ കാണുന്ന, നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടാവും, ദുബായിൽ അത് കണ്ട് ഇത് കണ്ട് പല രാജ്യത്തും എല്ലാവരും സ്ട്രഗിളിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവരെ പോസിറ്റീവ് സൈഡ് മാത്രമേ നമ്മൾ ഓൺലൈനിൽ കൂടെ കാണുള്ളൂ. അതല്ലാത്ത എല്ലാവരും സ്വന്തം അച്ഛനമ്മനെ പോലും കാണാൻ പറ്റാതെ എത്ര ആൾക്കാരെന്ന് പറയാം ഓരോ സ്ഥലത്ത് പെട്ടെടുക്കുന്നത്. നമുക്ക് നേരിട്ട് അനുഭവമുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ ഇന്നലെ ഒരു കാര്യം സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അങ്ങനെ ആളുടെ മോളൊന്ന് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയപ്പോൾ 50,000-60,000 ടിക്കറ്റ് പറയുന്നത്. ഇതൊക്കെ പ്രശ്നം തന്നെ. ഈ പ്രവാസികൾക്കുള്ള വോട്ട്, നാട്ടിൽ കുറേ പേര് വോട്ട് ചെയ്തിട്ട് ഇടത് വന്നോട്ടെ വലത് വന്നോട്ടെ, ഇനി BJP വന്നോട്ടെ, ഇനി ആര് ഭരിച്ചോട്ടെ, ഇത് നമ്മളെ മനുഷ്യന്റെ പ്രശ്നങ്ങളെ, മനുഷ്യന്റെ സമാധാനം കണ്ടെത്താൻ മനുഷ്യനിക്ക് ഈസി ആക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഈ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് ചെയ്യണ്ടേ? ഇപ്പോൾ വോട്ട് വരാൻ പോകുന്നു എനിക്കറിയില്ല. നമ്മ ഈ തമ്പുകൊണ്ട് ചെയ്യുന്ന വോട്ട് അത് നമുക്ക് വേണ്ടി മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെ കൊടുക്കണം. ഇടത് വന്നോട്ടെ വലത് വന്നോട്ടെ, ഇനി BJP വന്നോട്ടെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന, നമ്മളെ തമ്പ് വെച്ച് ചെയ്യാൻ പോകുന്ന വോട്ട്, ഇനി വരാൻ പോകുന്ന സർക്കാർ, അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം. അഴിമതി കാണിക്കാനോ മറ്റുള്ളതിനായിരിക്കും. പിന്നെ വോട്ട് നമ്മളുടെ അവകാശമാണ്, അത് നമ്മൾ ചെയ്തോളണം. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സർക്കാരാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ പറയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മെൻഷൻ ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യ്. ഓക്കെ.